മെക് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബുള്ളറ്റിൻ്റെ കിക്കർ സ്പ്രിങ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. കാരണം ചില വണ്ടികൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് പോലത്തെ വണ്ടികളിൽ അതിന് കിക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ, സെൽഫ് ഉണ്ടാവില്ല. അങ്ങനത്തെ വണ്ടികളുടെ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ കിക്കർ താഴെ പോയി നിൽക്കുക, പിന്നെ നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വീണ്ടും അടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കിക്കർ സ്പ്രിങ് പൊട്ടിപ്പോയത് കൊണ്ടായിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് കൃത്യമായി ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ വിശദമായി പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കിക്കർ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇതുണ്ടോ, താഴെ പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരില്ല. പിന്നെ നമ്മളിതുപോലെ പൊക്കി മേലോട്ടാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ അഴിച്ച് റെഡിയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കിക്കറാണ് അഴിച്ചെടുക്കാനുള്ളത്. അപ്പോൾ കിക്കറിൻ്റെ ആ 13ൻ്റെ ബോൾട്ട് അഴിച്ചെടുക്കുക, എന്നിട്ട് കിക്കർ ഊരിയെടുക്കുക. ഇനി അടുത്ത് നമുക്ക് അഴിക്കാനുള്ളത് ഈ ഫുട്രസിൻ്റെ റൈറ്റ് ഫുട്രസിൻ്റെ അവിടെ ഒരു 17ൻ്റെ ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടൊന്നും നമ്മൾ ഫുള്ളായി അഴിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മാത്രമേ ഈ കവർ, ഈ ഒരു കേസിൻ്റെ കവർ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു 17ൻ്റെ ബോൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെക്കാം. നമ്മൾ ലൂസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൻ്റെ ഈ മാഗ്നറ്റ് കവർ അഴിച്ചെടുക്കണം. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ഈ കവറിൻ്റെ എല്ലാ 8ൻ്റെ ബോൾട്ടുകളും അഴിച്ചെടുക്കുക. കാരണം ഈ ഒരു കിക്കർ ഷാഫ്റ്റ് ഇതിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സ്പ്രിങ്ങാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കവർ അഴിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായി ജസ്റ്റ് ഒരു പാത്രം താഴെ വയ്ക്കുക. കാരണം കുറച്ച് ഓയിൽ അഴിച്ചുവിടാൻ ഡ്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും കുറച്ച് ഓയിൽ പുറത്തോട്ട് വരും. അപ്പോൾ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം വെക്കുക. അതിനുശേഷം നമുക്ക് ഈ 8ൻ്റെ ബോൾട്ടുകൾ മുഴുവനായിട്ട് അഴിച്ചെടുക്കുക. ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ബോൾട്ടുകൾ അഴിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ബോൾട്ട്, ഇപ്പോൾ ഓയിൽ ഫിൽറ്ററോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോൾട്ടുകൾ അഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ബോൾട്ടുകൾ അഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ബോൾട്ടുകളും അഴിച്ചു. അതിനുശേഷം അത് പുറത്തോട്ടെല്ലാം എടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഈ ബ്രീത്തർ ഹോസിൻ്റെ കണക്ഷനൊന്ന് ഊരി വരണം. ജസ്റ്റ് ആ ക്ലിപ്പൊന്ന് മേലോട്ടാക്കിയിട്ട് ആ ഹോസ് വലിച്ചാൽ തന്നെ അത് പുറത്തോട്ട് വരും. ഇനി നമുക്കിവിടെ മാഗ്നറ്റ് കോയിലിൻ്റെ കണക്ഷൻസും കൂടെ ഊരി വിടണം. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് കോയിലിൻ്റെ കണക്ഷൻസ് ആ സൈഡിൽ നിന്ന് നമ്മൾ അഴിച്ചു വിട്ടു. അതിനുശേഷം പതുക്കെ ഈ മാഗ്നറ്റ് കവർ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ പുറത്തോട്ട് വരും. അപ്പോൾ ഈ കവർ നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ഈ പാക്കിംഗ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനത് വേറൊരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് ദിവസം മുമ്പ് ഈ വണ്ടി അഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാക്കിംഗ് പുതിയതാണ്. അപ്പോൾ പാക്കിംഗ് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്നിരുന്നാലും നിങ്ങളിത് അഴിക്കുന്ന സമയത്ത് ഈ പാക്കിംഗ് നിർബന്ധമായും ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഓയിൽ പമ്പിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഓറിങ് ഉണ്ടാവും. ആ ഓറിങ്ങും മറക്കാതെ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഓറിങ് കൂടെ ജസ്റ്റ് ഒന്ന് അഴിച്ചു വെക്കുക. അതിനുശേഷം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓറിങ് കൃത്യമായി ഇടുക. ഇനി ഇതിൽ കിക്കറിൻ്റെ ആ ഒരു സ്പ്രിങ് വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. അപ്പോൾ അത് അഴിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ വലിയ സ്പ്രോക്കറ്റ് ആദ്യം അഴിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ വലിയ സ്പ്രോക്കറ്റ് നെറ്റിനെ ലോക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ക്ലാമ്പ് ഒന്ന് നിവർത്തി കൊടുക്കണം. ഈ ലോക്ക് ജസ്റ്റ് ഒരു ചിസൽ വെച്ച് ഒന്ന് തട്ടി നിവർത്തി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഈ വലിയ നെറ്റ് അഴിച്ചെടുക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ അഴിച്ചെടുക്കാം. ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ചിസൽ ഉപയോഗിച്ച് പതുക്കെ തട്ടി വേണമെങ്കിൽ എടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പൈപ്പ് റഞ്ച് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഗിയറിലിട്ടതിന് ശേഷം നല്ലപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു പൈപ്പ് റഞ്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പൈപ്പ് റഞ്ച് വെച്ച് നല്ലപോലെ ഒന്ന് ലോഡ് കൊടുത്താൽ തന്നെ അത് അഴിഞ്ഞു വരും. ഉണ്ടോ, ഈ നെറ്റ് ലൂസായി. ഈ രീതിയിൽ വേണമെങ്കിൽ അഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിസൽ വെച്ച് അടിച്ചും വേണമെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ ലോക്കൊന്ന് അഴിച്ചെടുക്കുക.
നമ്മൾ ലോക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ലോക്ക്. നമ്മുടെ നെറ്റ് ലോക്ക് ചെയ്യണത് ഇത് ഉപയോഗിച്ചാണ്. കാരണം ഇത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മാക്സിമം ടോർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വരുമ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഈ ഭാഗം രണ്ടും മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് റിവേഴ്സ് തിരിഞ്ഞ് അഴിഞ്ഞു വരുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ലോക്കുകളൊക്കെ ഇടാൻ ശ്രമിക്കുക. ഇത് സാധാരണ പൾസറിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു ലോക്ക് വരാറുണ്ട്. അപ്പോൾ അത് ലോക്ക് അഴിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് സ്പ്രോക്കറ്റ് അഴിച്ചെടുക്കാം. ജസ്റ്റ് സ്പ്രോക്കറ്റ് ഒന്ന് പുറകോട്ട് വലിച്ചാൽ മാത്രം മതി, അത് അഴിഞ്ഞു വരും. ചെറിയ സ്പ്രോക്കറ്റ് അഴിക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ അഴിക്കാം. ഒന്നിൽ കാരണം ഈ വണ്ടിയിൽ ലോക്ക് ടൈപ്പ് ചെയിനാണ് വരുന്നത്. അതുകൊണ്ട് ചെയിൻ ലോക്ക് അഴിച്ചു വിട്ടതിന് ശേഷം അഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് തിക്കി നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ ലോക്ക് അഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിത് അഴിച്ച് പുറത്തോട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ കിക്കർ സ്പ്രിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കേസ് അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കിക്കർ സ്പ്രിങ് വരുന്നത്. അപ്പോൾ ഇതിൽ 4 അലങ്കി ബോൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് വാഷിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ അഴിക്കേണ്ട ഭാഗം മാത്രം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 4 അലങ്കി ഉപയോഗിച്ച് ഈ 4 ബോൾട്ടുകളും അഴിച്ചെടുക്കുക. അപ്പോൾ 4 ബോൾട്ടുകൾ നമ്മൾ അഴിച്ചെടുത്തു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് തള്ളിക്കൊടുത്താൽ തന്നെ ഈ ഒരു കേസ് അഴിഞ്ഞു വരും. ഇതാണ് അതിൻ്റെ ആ ഒരു കേസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് അതിൻ്റെ കിക്കർ സ്പ്രിങ്. ഇതാണ്ടോ കിക്കർ സ്പ്രിങ് പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ 10ൻ്റെ ബോൾട്ടിലാണ് ആ കിക്കർ സ്പ്രിങ് ലോക്കാക്കി നിർത്തുന്നത്. അപ്പോൾ ഈ 10ൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ കിക്കർ സ്പ്രിങ്. ഇതാണോ കിക്കർ സ്പ്രിങ്. ഈ ഭാഗത്ത് വെച്ച് ഇതിങ്ങനെ മുറിഞ്ഞു പോയതുകൊണ്ടാണ് ഇപ്പോൾ ആ കിക്കർ നമ്മൾ അടിക്കുന്ന സമയത്ത് താഴോട്ട് പോയി നിൽക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ ഈ കിക്കർ സ്പ്രിങ് നമുക്ക് മാറ്റി വിടണം. അപ്പോൾ നമ്മൾ പുതിയ കിക്കർ സ്പ്രിങ് വാങ്ങിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ പാർട്സ് തന്നെയാണ്. കിക്കർ സ്പ്രിങ് വലിയ വിലയൊന്നുമില്ല. അതിൻ്റെ വില എന്ന് പറയുന്നത് 16 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. കിക്കർ സ്പ്രിങ്ങിന് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ 10ൻ്റെ ബോൾട്ട് അഴിച്ചു. അപ്പോൾ ഈ 10ൻ്റെ ബോൾട്ടിൻ്റെ ഭാഗത്താണ് ഈ ലോക്ക് വരുന്നത്. അതായത് ഇതിനുള്ളിലൂടെയാണ് ഈ 10ൻ്റെ ബോൾട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇവിടേക്ക് ഇടേണ്ടത്. കാരണം നമുക്ക് ഇടുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു 10ൻ്റെ ബോൾട്ട് വെച്ചിട്ടാണ് ഈ ഭാഗം ലോക്ക് ചെയ്യണത്. ഈ കിക്കർ സ്പ്രിങ്ങിൻ്റെ രണ്ടാമത്തെ ഈ ഒരു കൊളുത്ത് വന്ന് ലോക്ക് ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. ഇതുണ്ടോ ഇവിടെ ചെറിയൊരു കട്ട് കാണുന്നുണ്ട്. ഈ കട്ടിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഇപ്പോൾ ഈ കിക്കർ ഷാഫ്റ്റിൻ്റെ ഈ ഒരു കട്ട് നിൽക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിലേക്കാണ് ഈ ഭാഗം ഇറക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ഇറക്കി കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് വലിച്ചിട്ട് വേണം നമുക്ക് ഈ ഭാഗം ഈ 10ൻ്റെ ബോൾട്ട് വെച്ച് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഇടണമെന്ന് നോക്കാം. അപ്പോൾ ഷാഫ്റ്റിൽ ലോക്ക് ചെയ്യുന്ന ഭാഗം പുറത്തോട്ടാക്കി ഇടുക. പുറത്തോട്ടാക്കി ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഷാഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ സാധനം വന്ന് ഇവിടെ മുട്ടും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, അതിനെ വന്നിട്ട് ഈ ഭാഗത്തോട്ട് കൊണ്ടുവരിക. ആദ്യം അതിങ്ങനെ ഈ ഭാഗത്തോട്ടാക്കി കൊണ്ടുവരിക. കാരണം ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു വളവ് അല്ലെങ്കിൽ ഈ ഒരു റിങ് മുഴുവൻ ഇതിനുള്ളിലോട്ടാക്കി നിൽക്കണം. അപ്പോൾ ആദ്യം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്പ്രിങ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കിക്കർ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ഭാഗം വന്നിട്ട് ഈ ഷാഫ്റ്റിലുള്ള ലോക്കിലേക്ക് പെട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹോള് നമ്മൾ 10ൻ്റെ ബോൾട്ട് വെച്ച് ലോക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പുറകോട്ട് വലിച്ചെടുക്കണം ആദ്യം. നമ്മൾ ബോൾട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ബോൾട്ടൊന്ന്
ടൈറ്റ് ചെയ്യുക. നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അതിനുശേഷം ഫുള്ളായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കിക്കർ സ്പ്രിങ് ഇട്ട് കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മൾ കിക്കർ സ്പ്രിങ് ഇടേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കവർ ഇടണം. ഇതിൻ്റെ ഈ ഒരു കവർ ഇടണം. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ഈ ഒരു കവർ ഇട്ട് കൊടുക്കുന്ന മുമ്പ് അതിൽ ഇവിടെ ചെറിയൊരു ഓയിൽ സീൽ വരും. ഈ ഓയിൽ സീൽ നിർബന്ധമായി നിങ്ങൾ അഴിക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൂടെ ഓയിൽ ലീക്ക് വന്നിട്ട് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിനി അഥവാ മാറ്റിയില്ല എന്ന് വെച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ ചെയിനിൽ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചെയിനിൽ ഓയിൽ വന്ന് ഈ ഭാഗത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെയിനിൽ ഓയിലാണെന്ന്. പക്ഷേ ഈ കിക്കർ ഓയിൽസിൽ പോയതിൻ്റെ ഓയിലായിരിക്കും അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ സ്പ്രോക്കറ്റ് കവറൊക്കെ അഴിക്കുന്ന സമയത്ത് ഈ ഒരു ഓയിൽ സീലും കൂടെ പ്രത്യേകം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ പുതിയ ഓയിൽസിൽ വാങ്ങിയിട്ടുണ്ട്. ഈ ഓയിൽസിന് ഏകദേശം 60 രൂപയുടെ അടുത്ത് വിലയുണ്ട്. സ്പ്രിങ്ങിനാകെ 16 രൂപ വരുന്നുള്ളെങ്കിലും അതിൻ്റെ ഓയിൽസിലും ഉണ്ട് 60 രൂപേൻ്റെ അടുത്ത് വിലയുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ ഒപ്പത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ കേസ് കയറ്റി നമുക്കത് ഫുൾ ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ അഴിച്ച ആ 4 അലങ്കി ബോൾട്ട് ഉപയോഗിച്ച് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കിക്കറിൻ്റെ ആ ഒരു കേസ് മുഴുവനായിട്ട് 4 അലങ്കി ബോൾട്ടും ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ചെറിയ സ്പ്രോക്കറ്റ് വീൽ ഇട്ട് കൊടുക്കണം. അത് നേരത്തെ നമ്മൾ അഴിച്ച പോലെ തന്നെ അതിൻ്റെ ആ ഒരു ചെയിൻ പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്പ്രോക്കറ്റ് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഷാഫ്റ്റിലേക്ക് പെട്ടു. അതിനുശേഷം പതുക്കെ ഉള്ളിലോട്ടും തള്ളി കൊടുക്കുക. ഫുള്ളായി തള്ളിക്കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ലോക്കൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഞെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പതുക്കെ മാക്സിമം കൈകൊണ്ട് തന്നെ മാക്സിമം ടൈറ്റ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഞെട്ടിൻ്റെയൊക്കെ ത്രെഡ് പോയി അല്ലെങ്കിൽ ഈ ഷാഫ്റ്റിൻ്റെയൊക്കെ ത്രെഡ് പോയാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ജസ്റ്റ് പതുക്കെ ഫുള്ളായിട്ട് മാക്സിമം കൈകൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് കൈകൊണ്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണോ അഴിച്ചത് അതേപോലെ തന്നെ പൈപ്പ് റെഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുള്ളായി ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ലോക്കൊന്ന് താഴത്തോട്ടാക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മാഗ്നറ്റ് കവർ കയറ്റണം. മാഗ്നറ്റ് കവർ കയറ്റുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓറിങ് ആദ്യം ഈ ഓറിങ് ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം ഈ ഓറിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ഓയിൽ പമ്പ്. ഈ ഓയിൽ പമ്പിൻ്റെ ഈ വലിയ ഹോളിൽ നിന്ന് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഭാഗത്തോട്ട് വരും ഓയിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഓറിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഈ ഭാഗത്ത് വെച്ച് ഓയിൽ ലീക്കാവും. അതായത് കൃത്യമായി ഇതിൻ്റെ ഉള്ളിലോട്ട് ഓയിൽ പോകാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ആ ഓറിങ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ പാക്കിങ് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാക്കിങ് ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാക്കിങ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പാക്കിങ് ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്ക് ഈ മാഗ്നറ്റ് കവർ നമുക്ക് വണ്ടിയിലോട്ട് കയറ്റാം. നമ്മൾ മാഗ്നറ്റ് കവർ കയറ്റി അതിനുശേഷം അതിൻ്റെ ബോൾട്ടിലിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്കതിൻ്റെ
ഫുട്ട് റെസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുട്ട് റെസ്റ്റ് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുട്ട് റെസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കിക്കർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കിക്കറിന് സെപ്പറേറ്റ് ഒരു മാർക്കിംഗ് ഉണ്ട്, നമ്മൾ കിക്കർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. കാരണം ഇവിടെ ചെറിയൊരു ഡോട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കിക്കറിൻ്റെ ഈ ഭാഗത്ത് ഒരു കിക്കർ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ഡോട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗവും ഈ കിക്കറിൻ്റെ ഈ കാണുന്ന ആ ഒരു എൻഡ്, അതായത് ഈ ഒരു കട്ട്, ഈ കട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഷാഫ്റ്റിൻ്റെ ആ ഒരു ഹോള് വരുന്ന രീതിയിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കിക്കർ ഷാഫ്റ്റിലുള്ള ആ ഡോട്ടും അതുപോലെ തന്നെ കിക്കറിൽ വരുന്ന ഈ ഒരു കട്ടിങ്ങും, ഈ രണ്ടും നേർക്ക് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ കിക്കർ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കിക്കർ നമ്മൾ പ്രോപ്പറായി ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളതിൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളിതിൻ്റെ കിക്കർ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മാഗ്നറ്റ് കോയിൽ വയറിംഗ് ഒക്കെ കറക്റ്റായി കൊടുത്തു. ബ്രീത്തർ ഹോസ് സെറ്റ് ചെയ്തു. എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു മാഗ്നറ്റ് കവർ അഴിക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിൽ ലെവലിൽ അളവ് നോക്കിയിട്ട് എത്രയാണോ ഓയിൽ വേണ്ടത് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടീൻ്റെ കിക്കർ ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇട്ടത് കറക്റ്റായെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കിക്കർ ഇട്ടത് കറക്റ്റായി, കിക്കർ സ്പ്രിങ് ഓക്കെ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ രീതിയിലാണ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളുടെ കിക്കർ സ്പ്രിങ് ചേഞ്ച് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളതിൻ്റെ കിക്കർ സ്പ്രിങ് ചേഞ്ച് ചെയ്യുന്നത്. വളരെ തുച്ഛമായ വില മാത്രമേ അതിനുള്ളൂ. ഏകദേശം 16 രൂപയാണ് അതിന് വില വരുന്നത്. പക്ഷേ മാറ്റുമ്പോൾ അതിനുള്ള ലേബർ കുറച്ച് കൂടുതലാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.